നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടി സ്മൃതി, നീ താഴെ ചെല്ല്. അബി, നീ ചെല്ല്. ഇല്ല, ഞങ്ങൾ ഇപ്പൊ ഈ മുറി ഏട്ടന്റെ പഴയ റൂമാക്കി മേക്ക് ഓവർ ചെയ്യാൻ പോവാ. അബിയേട്ടാ, നമുക്കൊരു കൈ നോക്കിയാലോ? സത്യത്തിൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനില്ല. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാണോ? എന്റെ ടോയ്സ് ആണോ ഇതെല്ലാം? ഇവളും അബിയൊക്കെ പറയുന്ന പോലെ ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചോ? സ്മൃതി, അധികം അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സിദ്ധുമോനെ, നീ കുറച്ചേരം പോയി റെസ്റ്റ് എടുക്ക്. ഹേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല അച്ഛാ. റെസ്റ്റ് കൊടുക്കണ്ട. ഞാനേ ഇവളായിട്ട് പഴയ പോലെ ഒന്ന് ഗുസ്തി എടുക്കട്ടെ. ഓ, ഹൈഡ് ആൻഡ് സീക്ക്. അത് കണ്ണേറ്റി കളിക്കണോ? ഏതാ ഇപ്പൊ ഫേവറേറ്റ്? എന്തായാലും മിക്കി മൗസ് കളിക്കാൻ ഞാനില്ല. ഇവളെന്തൊക്കെ പറയണേ? ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് നിന്റെ തലയിലെ ബുദ്ധിയൊക്കെ പോയാ? എടി, നിനക്കിപ്പോ 20 വയസ്സായില്ലേ? എന്ന് പറഞ്ഞാ കെട്ടിക്കാനുള്ള പ്രായമായി അർത്ഥം. 20? എനിക്ക് 23 കഴിഞ്ഞു. പിന്നെ നമ്മള് കോവളത്തെ ഹോട്ടലില് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് കുറച്ചു ദിവസമല്ലേ ആയിട്ടുള്ളൂ. പാസ്റ്റ് 3 ഇയേഴ്സേ ഏട്ടൻ എന്റെ കുഞ്ഞനിയനായിരുന്നു. അതൊക്കെ മറന്നു അല്ലേ? 3 വർഷോ? അപ്പൊ ഞാൻ 3 വർഷമായിട്ട് അസുഖമായിട്ട് കിടക്കായിരുന്നോ? കൊള്ളാം. കിടക്കാനോ? ഒന്നിരുന്നിട്ട് പോലുമില്ല. ചാട്ടോ ഓട്ടോ അല്ലായിരുന്നോ? എന്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. അഭിയേട്ടന്റെ മാത്രമല്ല, എന്റെയും കുഞ്ഞിക്കുട്ടനല്ലായിരുന്നോ? സ്റ്റോപ്പ് ഇറ്റ്. വന്ന ഉടനെ ഞാൻ പറഞ്ഞല്ലേ അവനകത്ത് ടയേർഡാണെന്ന്. വെറുതെ കഴിഞ്ഞ കാര്യം പറഞ്ഞ് അവനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. എന്ത് ടെൻഷൻ? എന്റെ കുട്ടനെ കുട്ടിക്കാലമായിരുന്നല്ലോ. എല്ലാ മനുഷ്യരും കൊതിക്കുന്നതല്ലേ എപ്പോഴും കുട്ടിയായിട്ടിരിക്കാൻ. ശരിക്കും എന്റെ മോൻ ഹാപ്പി ആയിരുന്നു അല്ലേടാ? ഇനി ഓരോന്ന് പറഞ്ഞ അവനെ ബുദ്ധിമുട്ടിക്കണ്ട. ജാനകി, അവനെ മുറിയിലേക്ക് കൊണ്ടുപോകും. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ ഏട്ടനെ. എന്നാ ഞാനും വരുന്നു. വഴിയിൽ വെച്ച് ആ വണ്ടി നേരെ വന്നപ്പോ കണ്ടില്ല അവൻ പെട്ടെന്ന് അപ്സെറ്റ് ആയത്. അന്നത്തെ ആക്സിഡന്റ് അവൻ ഓർത്തെടുത്താ കണ്ടില്ലേ. സോമേശനെ ഒന്ന് വിളിക്കണം. ഏയ്, ഒന്നുമില്ല, ഒന്നും വരില്ല. മഹേട്ടന്റെ അശ്രദ്ധ കൊണ്ടല്ലേ. പക്ഷേ അന്നേരം ശരിക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായെങ്കിലോ? ആ, സ്വാമിയച്ചൻ പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സില്. ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇതെന്താ അത്? ഞാനിവിടെ ഇല്ലാത്തപ്പോ ഏത് കുട്ടികളാണ് റൂം യൂസ് ചെയ്തേ? ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി. മനസ്സിലായില്ല അല്ലേ? ഞങ്ങളെല്ലാം പറഞ്ഞില്ലേ മുൻപത്തെ കാര്യങ്ങള്? എനിക്കതൊന്നും ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലടാ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് തന്നെയാ. പക്ഷെ എന്റെ ഉള്ളിൽ ഒന്നുമില്ലടാ. സാരമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. ഏട്ടനിപ്പോ പഴയ പോലെ സ്മാർട്ട് ആയില്ലേ. കാളീദേവിയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം എന്റെ കുഞ്ഞിനൊന്നും വരില്ല. തിരിച്ചുപോയി ഒന്ന് തൊഴാൻ പറ്റിയില്ല, അതാ ഇപ്പൊ സങ്കടം. മഹേട്ടാ, ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. പെട്ടെന്നെങ്കി പോന്നോണ്ട് അവന്റെ മുറി ഒന്ന് റെഡിയാക്കി ഇടാൻ പറ്റിയില്ല. ആ മുറി മുഴുവൻ അവന്റെ ടോയ്സ് അല്ലേ. അത് കണ്ടാ ചിലപ്പോ. ജാനകി, വേഗം ചെല്ല്. ചെന്നാ പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞോട്ട്. അവരിനെ അവനെ പഴയതുമല്ലോ ഓർപ്പിച്ചല്ലോ. ഇതൊക്കെ ഇവിടുന്ന് മാറ്റി ഇപ്പൊ ഞങ്ങൾ ഏട്ടന്റെ പഴയ റൂമാക്കി തരാം. എന്താ, അതുപോരെ? എന്താ മോനെ, ഇവര് നിന്നെ വീണ്ടും കളിയാക്കിയോ? എടി സ്മൃതി, നീ താഴെ ചെല്ല്. അബി, നീ ചെല്ല്. ഇല്ല, ഞങ്ങൾ ഇപ്പൊ ഈ മുറി ഏട്ടന്റെ പഴയ റൂമാക്കി മേക്ക് ഓവർ ചെയ്യാൻ പോവാ. അബിയേട്ടാ, നമുക്കൊരു കൈ നോക്കിയാലോ? സത്യത്തിൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനില്ല. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാണോ? എന്റെ ടോയ്സ് ആണോ ഇതെല്ലാം?
ഇവളും അഭിയൊക്കെ പറയുന്ന പോലെ ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചോ? അവരുടെ നോട്ടം കണ്ടില്ലേ? ഇപ്പൊ തിന്നുന്ന മട്ട. അതൊക്കെ അവരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. മുളക് പൊടി പ്രയോഗമൊന്നും അത്ര പെട്ടെന്നൊന്നും അവർ മറക്കത്തില്ല. അതെ, എസ് ഐ മേടെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാരും കൂടി വേണ്ട, നിങ്ങൾ 2 ആണുങ്ങളും ഈ കൊച്ചും കൂടി കയറിയാൽ മതി. ഇല്ല ഇല്ല, ഞാൻ വരുന്നുണ്ട്. ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം അങ്ങ് വിട്ടുകൊടുക്കും. എന്നാ വാ. ആ ഇവിടെ ഒരു ഒപ്പിട്. ലോക്കപ്പിനെ അവനെ കൂടി വിളിപ്പിക്കേ. മാഡം, ജാമ്യ പേപ്പറിൽ അവനെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ദേവികെ, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പണം പലിശയായി അവർക്ക് കൊടുത്തു. ഇനി വീട് വിറ്റ് പണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൊള്ളപ്പലിശക്കാർക്കെതിരെ നിയമം ഒന്നും വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അതല്ല സാറേ, ഒരാവശ്യത്തിന് ഞങ്ങളെ സഹായിച്ചതാ. വീട് പണിക്കും പിന്നെ ഇവരുടെ അമ്മയ്ക്കുള്ള ബസ്സയ്ക്കുള്ള പണവും ഇവരാ തന്നത്. ഇനി അത് കൊടുക്കാതിരിക്കുന്ന മര്യാദകളല്ലേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായ സ്ഥിതിക്ക് എനിക്ക് എന്റെ മോനെ വിട്ടു തരണം. അവൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മിണ്ടി പോകരുത്. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നിങ്ങളെ പിടിച്ച് അകത്തിടേണ്ടതാ. ഭദ്രന്റെ കാര്യം അത് നിങ്ങൾ മറന്നേക്ക്. അടുത്ത കാലത്തൊന്നും അവൻ പുറത്തിറങ്ങില്ല. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. മോളെ ദേവിയെ, എന്റെ മോനെ ഒന്ന് വിട്ടുതരാൻ നീ തന്നെ പറയണം. നീ പറഞ്ഞ മാത്രമേ എസ് ഐ മേഡം കേൾക്കത്തുള്ളൂ. ഇല്ല, അത് നടക്കില്ല. എന്നോട് കാണിച്ചൊക്കെ മറന്ന് ഞാൻ അയാളോട് ക്ഷമിച്ച അയാൾ നന്നാവുന്ന് സ്വർണ്ണമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എത്ര തവണ ഞാൻ കെഞ്ചി പറഞ്ഞതാ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. ബലമായി പിടിച്ചോണ്ട് പോവാൻ ഞാൻ ആടും മാടുമൊന്നുമല്ല, ആത്മാഭിമാനമുള്ളൊരു പെണ്ണ. ഒന്നുമില്ലേലും ഞാനൊരു അധ്യാപികയല്ലേ. എന്റെ കുട്ടികളുടെ മുന്നിലെങ്കിലും ഞാൻ മാതൃകയാവണ്ടേ? വാങ്ങിച്ച പണം പലിശ അടക്കം ഞാൻ തിരിച്ചു തരും. അതിന്റെ പേരിലല്ല, ഇനി എന്തിന്റെ പേരിലായാലും ഇനി നിങ്ങളോ നിങ്ങളുടെ മോനോ എന്റെ പിന്നാലെ വന്നേക്കരുത്. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. ഇനി മേലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്. അതൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടേ ഞാൻ വിടുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.